അല്ല ഞാൻ ചോദിക്കട്ടെ മാഡം, 35 വർഷത്തിൽ കൂടുതൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 37 വർഷം കറക്റ്റ് പറഞ്ഞാൽ. ഞാൻ KSUവിന്റെ കൾച്ചറൽ ഫോറം കൺവീനർ ആയിട്ടാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ യൂണിറ്റ് ഭാരവാഹിയായി. പിന്നീടാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ തുടർച്ചയായിട്ട് ഇലക്ഷന് മത്സരിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഈ പാർട്ടിയിൽ എനിക്ക് എന്റെ കൂടെയുള്ളവർക്ക് കേന്ദ്രമന്ത്രിയാവാം, സംസ്ഥാനത്ത് മന്ത്രിയാവാം, ഹൈബീഡൻ MLA ആവാം, MP ആവാം, രാഷ്ട്രീയകാര്യ സമിതി അംഗമാവാം, MLAയുടെ പെൻഷൻ വാങ്ങിക്കാം, KV തോമസിന് 2 പെൻഷൻ വാങ്ങിക്കാം. ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പുതിയ പദവിയിൽ ഇപ്പൊ ഈ അടുത്ത് 25 ലക്ഷം രൂപ കിട്ടി. അപ്പൊ അതിലൊന്നും പ്രതിപക്ഷ നേതാവിന് ഒരു വിഷമവും ഇല്ല. ഒരു വിധവയായ നിരാലംബയായ 11 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാൻ. എന്റെ 2 ബ്രദേഴ്സും ഇവിടുത്തെ സിറ്റിസൺ അല്ല. ഈ വീട്ടില് എന്റെ അമ്മയും ഞാനും ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ. എനിക്കൊരു പെൻഷൻ കിട്ടുന്നതിന് അദ്ദേഹം എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ദ്രോഹമാണ് അദ്ദേഹത്തോട് ചെയ്തത്? എന്ത് ദ്രോഹമാണ് അദ്ദേഹത്തോട് ഞാൻ ചെയ്തത്? അല്ലെങ്കിൽ ഹൈബീഡനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തത്? എനിക്ക് യൂത്ത് കമ്മീഷൻ തന്നിരുന്നു. ഫസ്റ്റ് ഉമ്മൻചാണ്ടി സാർ അത് രമേശ് ചെന്നിത്തലയാണെന്ന് PCC പ്രസിഡന്റ് എഴുതി തന്നു. അത് ക്യാബിനറ്റ് പാസ്സാക്കേണ്ട ചീഫ് മിനിസ്റ്ററാണ് അത് അപ്രൂവ് ചെയ്തത്. അന്നൊരു മന്ത്രി ജയലക്ഷ്മിയുടെ ടേബിളിലെത്തിയപ്പോ ഉമ്മൻചാണ്ടി സാറ് മരിച്ചു പോയെങ്കിലും രമേശ്ജിക്ക് ഈ കഥ അറിയാം, ഈ സത്യം അറിയാം. അവിടെ ചെന്ന് ഈ ഹരിത MLA-മാരെയും കൂട്ടി ഹൈബീഡനും ഈ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നല്ലോ, ആ പോസ്റ്റ് തട്ടിത്തെറിപ്പിച്ച് അത് ഫയല് മടക്കി അയച്ചു. ദേശീയ യുവജന നയത്തിന് എതിരാന്ന് ആ ഒരു പോസ്റ്റിൽ പോലെ എന്നെ ഇരുത്തിയില്ല. അപ്പോഴേക്കും ഞാൻ പറയുന്ന കേൾക്കൂ, ആ പോസ്റ്റ് തട്ടിത്തെറിച്ചപ്പോ അവിടെ ദൈവത്തിന്റെ ഒരു അദൃശ്യമായ കരമുണ്ടായിരുന്നു. അപ്പോഴേ ഈ KPCC പ്രസിഡന്റിനും കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർക്കും വാശി വന്നു, ഒരു വിധത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും ഒരു ഒഴിവ് വന്നു PSCയിലേക്ക്. അപ്പോ ഇവരോട് ആരുടെയും പെർമിഷൻ വാങ്ങിക്കാതെ അവർ രണ്ടുപേരും കൂടി യുനാനിമസ് എടുത്തൊരു ഡിസിഷനാണ് എന്റെ. അങ്ങനെയാണ് ഗവർണർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നതേ, ഒരാളെ എന്നും എല്ലാ കാലത്തും 10-35 വർഷമൊന്നും സൈഡ് ലൈൻ ചെയ്ത് നിർത്താൻ പറ്റില്ല. സൈഡ് ലൈൻ ചെയ്ത് നിർത്താൻ പറ്റില്ല. ദൈവം അവിടെ ഇടപെടും. അല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷെ അന്ന് വന്നത് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും കേരളത്തിന്റെ KPCC പ്രസിഡന്റുമാണ്. അപ്പോ അതാണോ എനിക്ക് തന്ന പദവി? എനിക്ക് അർഹതയില്ലേ? നിങ്ങൾ തന്നെ പറയും, ഇത്രയും വർഷം, ഈ 2 വർഷം കൊണ്ട് രാജ്യസഭയൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് മുമ്പിൽ 37 വർഷം പ്രവർത്തിച്ച അന്തസ്സോടും ആഭിജാത്യത്തോടും തലയുയർത്തി നിന്ന ഒരു വനിതയ്ക്ക് അർഹതയില്ലേ? പറയൂ, നിങ്ങൾ പറയൂ. എന്തിനാണ് ഇവരെന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ ഇവരുടെ ആരുടെ ഒരു പേഴ്സണൽ, ഞാൻ ആരെക്കുറിച്ച് ഐ നെവർ സ്പീക്ക് ബാഡ്. പക്ഷെ ഇവര് ഇപ്പൊ കാലത്തിന്റെ കാവ്യനിധിയാണ് എന്റെ അടുത്ത് ഓരോ രേഖകൾ എത്തുന്നത്, ഓരോ തെളിവുകൾ എത്തുവാണ്. ഇന്നിപ്പോ രാവിലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത്, DK ശിവകുമാർ കൊടുത്ത 30 കോടി ഒരു കായവണ്ടി വന്നു, അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, അതിന്റെ രേഖകളായി ഇന്ന് എനിക്ക് മിക്കവാറും കിട്ടും. അപ്പൊ എനിക്ക് അറിയാത്തൊരു കാര്യമാണത്. അങ്ങനെ എത്രയോ ആളുകളാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് അദൃശ്യമായ ഒരു കരം എവിടെയൊക്കെയോ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കർണാടകയിൽ നിന്ന് വന്ന 30 കോടി ഒരു കായവണ്ടിയിൽ വന്നു എന്നാണ് പറയുന്നത്, ഡീറ്റെയിൽസ്. അപ്പൊ എനിക്ക് ഇവിടെ ചാനലുകാരൊക്കെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഫോൺ പിന്നെ കട്ട് ചെയ്ത്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? സാധാരണ ഇപ്പൊ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവര് മോഷണം നടത്തും, കളവ് നടത്തും, കള്ളക്കടത്ത് നടത്തും. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയൊന്നും ആവരുത്. നമ്മൾ കുറെയൊക്കെ സംയമനം പാലിക്കണം. പ്രത്യേകിച്ച് വിധവകളായ സ്ത്രീകളുടെ നിന്ന് ശാപം വാങ്ങിക്കരുത്. അവരും ജീവിച്ച് പൊയ്ക്കോട്ടെ. ആരോപണം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് മീൻവണ്ടിയിൽ കർണാടകയിൽ നിന്ന് പണം കൊണ്ടുപോകുന്നു. അതുപോലെ സമാനമായ അതല്ല, ഇതൊരു വളരെ എന്താ പറയാ റിലയബിൾ സോഴ്സിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഡീറ്റെയിൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇനി എന്റെ ഫോൺ ഇപ്പൊ അറിയാലോ, എനിക്ക് സംസാരിക്കുന്നതിനൊക്കെ പരിമിതി ഉണ്ടല്ലോ. ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ ജീവന് വരെ ഭീഷണിയായിട്ട് ഇരിക്കുവല്ലേ. അപ്പൊ പോലീസിന്റെ സഹായം കൂടി ഞാൻ തേടിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വിഷയം വരുന്നത്. ഈ വനിതകൾ നേരിട്ട ചൂഷണം എന്ന
രീതിയിലാണ് മാം പറഞ്ഞത്, സ്വന്തം അനുഭവം പറഞ്ഞു. ഇപ്പൊ കൂടുതൽ ആളുകളുണ്ട് എന്ന് ഉറപ്പായിട്ടും അത് ആ ആളുകളെ ചിലപ്പോൾ ഞാൻ വഴിയല്ലാതെ അവര് രംഗത്ത് വരാം. ഉറപ്പായിട്ടും കാരണം ഇന്നിപ്പോ ഈ പാർട്ടിയില് മെറിറ്റിന് വിലയില്ലാന്ന് നമ്മൾ കാലം തെളിയിച്ചു കഴിഞ്ഞു. മെറിറ്റിന് വിലയില്ല. ഈ 37 ഇയേഴ്സ് പ്രവർത്തിച്ച ഞാനാണ്, എനിക്ക് അത് തന്നു ഇത് തന്നു എന്നാണ് ഒരാൾ പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഇത്രയും ഈ എന്താ പറയാ സോറി ഇതൊക്കെ ചെയ്തിട്ടും ഓരോരുത്തർക്ക് പ്രമോഷൻ കൊടുക്കുന്നില്ലേ? ഇല്ലേ? എത്രയോ പോസ്റ്റ് സെയിം പോസ്റ്റ് കൊടുക്കുന്ന ഓരോരുത്തർക്ക്. അല്ല എന്താ പേര് പറയാം? ഇവരൊന്നും പേരില്ലാത്ത വ്യക്തികളാണോ? അതൊക്കെ അവരോട് ചോദിക്കണം. എന്തായാലും മെറിറ്റല്ല. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഈ നിമിഷം വരെ എനിക്ക് എന്റെ ഫാദർ എന്നെ പഠിപ്പിച്ച ചില വാക്കുകളുണ്ട്. എപ്പോഴും നീ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം, ചെറിയ കുട്ടിയായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. കാസ്റ്റിംഗ് കൗച്ച്, പീഡനം, പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വേർഡ് എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്. അതൊന്നും ഞാൻ ഓരോരുത്തർക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്, അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ ഒരു വേർഡ് ഇന്നലെയോ മിഞ്ഞാന്ന് പറഞ്ഞു. ഈ രാജഭരണകാലത്തും ഈ അമ്മച്ചി വീടുകളുണ്ടായിരുന്നു, തങ്കച്ചി വീടുകളൊക്കെ. അപ്പൊ അവർക്കൊക്കെ കുറെ സ്വർണവും പണവും എല്ലാം കൊടുത്ത് വീടും വസ്തുക്കളും സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ കൊടുത്ത് അവരെ കുടിയിരുത്തും. ഓക്കെ, അതൊക്കെ രാജഭരണകാലത്ത് നാട്ടു നടപ്പായിരുന്നു. പക്ഷെ അവരെ രാഷ്ട്രതന്ത്രത്തിൽ ഇടപെടത്തില്ലായിരുന്നു. അത് കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ എ കെ ആന്റണി സാറിന്റെ ഒക്കെ കാലഘട്ടത്തില് തെന്നല ബാലകൃഷ്ണൻ അതിലൊക്കെ മെറിറ്റ് ഉണ്ടായിരുന്നു. എം കമലത്തിനെ പോലെ മിനിസ്റ്റർ ആയിട്ടുള്ള MT പത്മേഖല പ്യുവർലി മെറിറ്റ് ആണ്. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അല്ല, ഞാൻ ഈ ഒരു അദ്ദേഹത്തെ ഞാൻ കണ്ടത് ഇലക്ഷൻ ക്യാമ്പയിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അന്ന് ഭയങ്കര ബിസി ആയിരുന്നു ഇലക്ഷൻ ക്യാമ്പയിന്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് അതായത് നേതാക്കന്മാരോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? അത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ 1-2 നേതാക്കളോട് സംസാരിച്ചിരുന്നു. ആരോടൊക്കെ പറഞ്ഞു? അതെനിക്ക് പറയാൻ പറ്റില്ല. അവിടെ നീതി ലഭിക്കാത്തത് കൊണ്ടാണോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്? തീർച്ചയായിട്ടും KPCC പ്രസിഡന്റിനൊന്നും നീതി കിട്ടിയില്ല. അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇത്ര നല്ല പറയാ. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ശ്വാസം എനിക്ക് ദൈവം തന്നാൽ മുന്നോട്ട് പോകും. അതെ. അല്ല, ഇനിയിപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളെ, കേന്ദ്ര ഡിഫൻസ് മന്ത്രിമാരെയൊക്കെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരാളെ എന്നെ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനി എപ്പോഴാണ് കാണുന്നതെന്ന് കൂടി ഗ്യാരണ്ടി ഇല്ല. അതൊന്നും എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം വെച്ചാല് എന്തും ചെയ്തു കളയും. ഒരു പ്രതിപക്ഷ സ്ഥാനം തട്ടിയെടുക്കാൻ എന്തൊക്കെയാ ചെയ്തത്? പിന്നെയാണോ ഒരു സാധു വിധവയായ നിരാലംബയായ ഈ സഹോദരങ്ങൾ പോലും നാട്ടിലില്ലാത്ത ഒരു പാവ സ്ത്രീയുടെ അവസ്ഥ? അല്ല, ഞാൻ എന്നും എന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും പിടിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഉത്തരം. ഞാൻ നിങ്ങളോട് എത്രയോ നല്ല കുലിനയായ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ലീലാ ദാമോദർജി മുതല് 42 വർഷം മുതല് MT പത്മ മുതൽ എത്രയോ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? റോസക്കുട്ടി ടീച്ചറിന്റെ പേര് പറഞ്ഞു, മറ്റേ നമ്മുടെ ഷാഹിദ കമാലിന്റെ പേര് പറഞ്ഞു, എത്രയോ പേര് ഞാൻ പറഞ്ഞു, എത്രയോ പേരുടെ. ഇനി ഞാൻ എന്താ പറയണ്ടേ? എത്രയോ നല്ലവരുണ്ട് ഈ പാട്ടിൽ, എത്രയോ താഴെത്തട്ടിലുണ്ട്. എല്ലാവരും ചീത്തയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എന്നെ കണ്ടാൽ കിണ്ണം കട്ടിട്ടുണ്ടോന്ന് പറയാൻ തലയിൽ തപ്പി നോക്കുന്ന ആളുകളോട് എനിക്കിപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് അവരവർ ഡിസൈഡ് ചെയ്യണം. അവരവരുടെ ലൈഫ്, അവരവരുടെ ക്യാരക്ടർ, അവരവരുടെ പേഴ്സണാലിറ്റി, അതൊക്കെ അവരവരുടെ പാരന്റ്സിൽ നിന്ന് കിട്ടണം, കുടുംബത്തിൽ നിന്ന് കിട്ടണം. അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ ആട്ടിപ്പായിച്ച് തുപ്പി ഒരു വിധവയുടെ പ്ലേറ്റിൽ കൈയിട്ടിട്ട് വരുന്നല്ല. അല്ല, ജബി മേത്തർ പറയുന്നത്, ജബി മേത്തർക്ക് ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആണെന്ന് അറിയില്ലായിരുന്നു എന്നാ. അതുപോലും അറിയില്ല. ഇപ്പൊ എനിക്ക് ലീലാദാമോദര മേനോൻ ഏത് വർഷമാണ്? 44 വർഷമായി കാണും.
ആയതെന്നൊക്കെ എനിക്കറിയാം. 1991 മിനിസ്ട്രിയിൽ MT പത്മ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം വലിയ ചരിത്ര ഗവേഷകയൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം എന്റെ സീനിയർ ലീഡേഴ്സിനെയൊക്കെ എനിക്കറിയാം. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളുകളോട് ഞാൻ എന്ത് പറയാനാ? ഇപ്പൊ എനിക്കൊരു സംശയം, ഞാൻ മഹിളയാണോ പുരുഷനാണോ എന്ന്. കാരണം ഇവിടെ 135 മഹിളകളെ സ്റ്റേജിൽ കയറ്റി രാഹുൽ ഗാന്ധി വന്നപ്പോ. എന്നെയും പത്മജി ചേച്ചിനെ മാത്രം കയറ്റിയില്ല. പത്മജി ചേച്ചി രാഷ്ട്രീയകാര്യ സമിതി എന്താ, ഞങ്ങളുടെ രണ്ടുപേരുടെ പേരില്ല. കാരണം ഈ എറണാകുളത്ത് പുതിയ നേതൃത്വം, പുതിയ ചെറുപ്പക്കാർ, ബാക്കി എല്ലാവരും വൃദ്ധസദനങ്ങളിലേക്ക് പൊയ്ക്കോട്ടെ. ഇപ്പൊ പുറത്താക്കിയപ്പോൾ പത്മജ വേണുഗോപാലുമായി സംസാരിച്ചോ? അല്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. BJP ഇല്ല 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 പത്മജി ചേച്ചി ഒന്നും അങ്ങനെ ചെയ്യില്ല. പത്മജി ചേച്ചി ഒന്ന് വിളിച്ച് അങ്ങനത്തെ സംസാരത്തിന് ഒന്നാമത് സമയം ഉണ്ടായിട്ടില്ല, സംസാരിക്കാനായിട്ടൊരു ടൈം കിട്ടിയില്ല. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ കാലത്ത് തന്നെ കണ്ടല്ലോ 8 മണി വരെ. ഇപ്പൊ ഇന്നലെയും ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളൊരു യാത്ര പോയത് ചോദിച്ചാല് എനിക്ക് രാത്രി ഞങ്ങള് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്, ജപമാല ചൊല്ലുന്ന ആളുകളാ. ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോ തന്നെ 11:30 മണിയായി. പിന്നെ എനിക്ക് കുറേ വിദേശ മലയാളികൾ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, US-ലുള്ള UK-ലുള്ള ഒക്കെ. പലരും എന്റെ പ്രസ് ഇന്നലത്തെ കണ്ടിട്ട് കരഞ്ഞവരുണ്ട്, സങ്കടപ്പെട്ടിട്ട്. ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ക്ഷണമുണ്ടോ? അതൊന്നും ഉണ്ടായിട്ടില്ല, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പത്മജ വേണുഗോപാൽ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, പത്മജ ചേച്ചി ഒരുപാട് അപമാനങ്ങൾ സഹിച്ചു. അപ്പൊ പത്മജ ചേച്ചിയോട് ചോദിച്ചെന്താന്ന്, ചേർത്ത് പഠിക്കാതെ ചെയ്തത്, നിങ്ങൾക്ക് ഇനി എന്താ തരാനുള്ള എന്നാ ചോദിച്ചത്, എന്താ തരാനുള്ള. അപ്പോൾ പത്മജ വേണുഗോപാൽ എടുത്ത തീരുമാനം ശരിയായിരുന്നു. അല്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ. ഒരാൾക്ക് തന്നെ ഇപ്പൊ എനിക്ക് എന്റെ പാർട്ടിക്ക് വേണ്ട, പക്ഷെ എനിക്ക് എന്റെ പാർട്ടിയെ വേണം. അത് എന്റെ ചോയ്സ് ആണത്. പത്മജ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടാവും ഇത്രയും അപമാനം സഹിച്ച് നിൽക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അവരും ഒരുപാട് അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഞാൻ KPCC പ്രസിഡന്റിനോടും ലീഡേഴ്സിനോടും കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ആ ഇന്റർവ്യൂ കേട്ടാണോ? ഞാൻ പറയട്ടെ, ഞാൻ ഓൾറെഡി ഒരു ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഞാൻ. അതുകൊണ്ടാണ് എന്റെ റെക്കോർഡ് ഇന്നും. ഞാൻ ഇലക്ഷന് കൊച്ചിൻ കോർപ്പറേഷൻ 28 ഡിഷാർ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ. ഫെമീനയിലുണ്ട് 1991 മെയില്, എടുത്ത് നോക്കി അറിയാം. ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നും ഞാൻ ഇവിടെ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ചാനലിന്റെയും നിങ്ങളുടെ ലൈബ്രറിയിൽ കാണും. നിങ്ങളുടെ കാരണം അതൊക്കെ ഞാൻ ഒരു ഡിജിറ്റൽ വർക്ക് ചെയ്തിട്ടോ മീഡിയക്കാരെ വിളിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ ചെയ്ത നന്മകളൊക്കെ നമുക്ക് തിരിച്ച് ദൈവം തരാതിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ കൊച്ചു ലോകത്ത് കൊച്ചു തിരക്കുകളാണ്. ഇന്നലെ രാവിലെ എനിക്കൊരു പുസ്തകമേളയുടെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു എടപ്പള്ളിയില്, NSS കരയം ഹാള്. വലിയ പരിപാടിയൊന്നുമല്ല, വലിയ പ്രസ് കവറേജോ പത്രക്കാരൊന്നും വരുന്ന ചെറിയ പരിപാടികളൊക്കെ. പക്ഷെ എന്റെ ലൈഫ് ഞാൻ എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കാൻ, എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കാൻ, ചുറ്റിനും നന്മ നിറഞ്ഞ് എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ എന്നെ ദൈവം പ്രാപ്തിയാക്കിയിരിക്കുകയാണ്. അതിനെനിക്കൊരു ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ പോലെ എനിക്കൊരു പോസ്റ്റും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ സന്തോഷവതിയാണ് ലൈഫില്. പോസ്റ്റ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരില്ലല്ലോ. ആ പറഞ്ഞ ഒരുപാട് കാലം എന്നെ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുന്നത്, ഒരുപാട് കാലം എനിക്ക് കൊടുക്കാമായിരുന്നല്ലോ, ഇല്ലേ? ഞാൻ ചെയ്തില്ലല്ലോ അതൊന്നും. ഇപ്പൊ സാഹിബ് കേട്ടിട്ടാണ് 5 വർഷത്തെ എന്റെ നിശബ്ദമായ എന്റെ വിപ്ലവം. അത് ഞാനെടുത്ത തീരുമാനമല്ല, അത് ഇതെല്ലാം കണ്ട് മനം എടുത്ത് ഒരു ശക്തി ഉണ്ടല്ലോ, അതൊരു പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. തൃക്കാക്കര ഇലക്ഷന് സിമി ഹോസ്പിറ്റലിൽ സീറ്റ് ചോദിച്ചിരുന്നോ മത്സരിക്കാൻ? ഇല്ല, ഞാൻ ചോദിച്ചിരുന്നില്ല. കാരണം ഞാൻ PT ആണല്ലോ എന്നെ പൊളിറ്റിക്സിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, PTയുടെ വൈഫ് എന്റെ ഗുരുപത്നിയാണ്. അപ്പോ PTയുടെ വൈഫിന് കൊടുക്കണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ഗുരുവിന് കൊടുക്കുന്ന ഒരു ഇതാണല്ലോ. പിന്നെ അതുപോലെ ഇവരാഗ്രഹിച്ച കാൻഡിഡേറ്റ്, ഇവര് 6 പേര് എഴുതി കൊടുത്തേ രാഹുൽ ഗാന്ധിക്ക് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ നിങ്ങൾ രാഹുൽജിയുടെ ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ ആ ഒരു കാര്യത്തില് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും കേരളത്തിലെ എല്ലാ ലീഡേഴ്സും ഒറ്റക്കെട്ടായിട്ട് നിന്ന്. ദീപ്തി മേരി വർഗീസും ആ സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസ് അവിടെ വോട്ട് മാറ്റി കുത്തി എന്ന് ദലാനന്ദകുമാർ. അല്ലല്ല, ഞാൻ എവിഡൻസോടുകൂടിയാണ് കണ്ടത് ചാനലില്. എന്നിട്ട് മാനനഷ്ട കേസ് കൊടുക്കുന്ന പറഞ്ഞല്ലോ, പുള്ളി വെല്ലുവിളിച്ചല്ലോ, 1 കോടിയെങ്കിലും കിട്ടുമല്ലോ എന്ന് ചോദിച്ചല്ലോ. മാനനഷ്ട കേസ് എന്താ കൊടുക്കാൻ? ഞാനാണെങ്കിൽ കൊടുക്കുമായിരുന്നു, ഉറപ്പായിട്ട്. എനിക്ക് 1 കോടി വെറുതെ കിട്ടുമായിരുന്നല്ലോ, കൊടുക്കേണ്ടതായിരുന്നു. അത് ഞാൻ പറയില്ലേ, തലയിൽ പൂടെയുണ്ടാവുന്ന തപ്പി നോക്കുന്ന ആളുകളോട് ഞാൻ എന്തിനാണ് മറുപടി പറയണ്ടേ? എന്നെ കണ്ടാൽ ഞാൻ ഇങ്ങനെയുള്ള ആളുകളോടൊന്നും, അവർക്ക് അവരുടെ വഴി, ഞാൻ ഒന്നിനും പോവാറില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ നിശബ്ദയായിട്ടിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? പറ. നമ്മൾ എന്തോരം പണ്ട് VM സുധീരൻ പറഞ്ഞ പോലെ നമ്മളെ ചവിട്ടി ഇവിടം വരെയായി.
ഇവിടം വരെയായി. ഞാൻ എത്രയോ പേരോടാണ് പറയുന്നത്, എത്രയോ പേരോടാ പറയുന്നത്. ഇതിൽ തന്നെ ഒരു പ്രധാന നേതാക്കളാണല്ലോ, വനിതാ നേതാക്കളാണല്ലോ. അല്ല, എന്റെ അത്രം പ്രവർത്തിച്ച വി ഡി സതീശൻ എന്റെ അത്രം പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ സ്ഥാനത്തിരിക്കുന്ന വനിതാ നേതാക്കളുണ്ടല്ലോ, ജെബി മേത്തർ ആണെങ്കിലും ദീപ്തി മേരി വർഗീസ് ആണെങ്കിലും, ഇവരുമായി സംസാരിച്ചിരുന്നു ഈ വിഷയങ്ങൾ? അല്ല, ജെബി മേത്തർ പറയുന്നത് ചേച്ചി ഇപ്പൊ KPCC ഭാരവാഹിയല്ലോ, എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതാ. ദീപ്തി മേരി ഞാൻ എന്റെ ഒരു സീനിയറോട് അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചതാ. ദീപ്തി മേരി അത് ഞാൻ റെക്കോർഡൊന്നും ചെയ്തു വെച്ചിട്ടില്ല. പക്ഷെ അന്ന് എന്റെ കൂടെ ആരോ ഉണ്ടായിരുന്നത്, ഷിയാസ് ഉണ്ടായിരുന്നു, മുഹമ്മദ് ഷിയാസ്, ദീപ്തി DCC മേരി അസോസിയേഷൻ. സംസാരിച്ചു.